ജി ടി എഡ്യൂക്കേഷന് മറ്റു വീഡിയോയിൽ സ്വാഗതം. നമുക്കറിയാം നാളെ 8ാം ക്ലാസ്സുകാരുടെ മാത്സ് എക്സാമിനേഷൻ നടക്കുകയാണ്. അപ്പോൾ ഹൈസ്കൂളിൽ കയറിയിട്ടുള്ള ആദ്യത്തെ പരീക്ഷയായിരിക്കും, പബ്ലിക് എക്സാം ആണ്. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു 2022-2023 മാത്തമാറ്റിക്സിന്റെ ആനുവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇതിൽ ആദ്യത്തെ 1 തൊട്ട് 5 മുതലുള്ള ചോദ്യങ്ങളുണ്ട്. അതിൽ 4 ആൻസർ ചെയ്താൽ മതിയാവും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. In the figure PQ equal PR and angle Q equal 30 degree. Find angle R and angle P. അപ്പോൾ നമുക്കറിയാം പി ക്യൂവും പി ആറും സെയിം ആണ്, സൈഡ് സെയിം ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതൊരു ഐസോസലസ് ട്രയാങ്കിൾ ആണ്, 2 സൈഡ് സെയിം ആണ്. അപ്പോൾ 2 ഐസോസലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ 2 ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ സെയിം ആണ്. ഇവിടെ പി ക്യൂവും പി ആറും ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ ക്യൂവും ആംഗിൾ ആറും സെയിം ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ ആറ് 30 ഡിഗ്രി കിട്ടും. ഇനി ആംഗിൾ പി കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ക്യൂ 30 ഡിഗ്രിയാണ്, ആംഗിൾ ആറും 30 ഡിഗ്രിയാണ്. അപ്പോൾ 180 മൈനസ് 30 പ്ലസ് 30, 180 മൈനസ് 60, ദാറ്റ് ഇസ് 120 ഡിഗ്രി. ഇങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, 2 ഈസ് ആഡഡ് ടു 3 ടൈംസ് ഫോർ എ നമ്പർ ഗീവ്സ് 17. ഫൈൻഡ് ദ നമ്പർ. അപ്പോൾ എന്താണ് 2? നമ്മൾ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിന് 3 ടൈംസിനൊപ്പം 2 ആഡ് ചെയ്യണം. അപ്പോൾ ആ നമ്പർ നമുക്കറിയില്ല, അതിനെ എക്സ് ആയിട്ട് എടുക്കുന്നത് ഓൾജിബ്ര എന്നുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ 3x + 2 = 17 ഓർ 2 + 3x = 17 എന്ന് വരും. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ആ നമ്പറിനെ എക്സ് ആയിട്ട് എടുത്തു. 2 + 3x = 17. 3x = 17 മൈനസ് 2. 2നെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ് സിമ്പിളാണ് 2ന്, അത് അപ്പുറത്തുനിന്ന് നെഗറ്റീവ് ആവും. അപ്പോൾ 17 മൈനസ് 2. അപ്പോൾ 3x = 15 കിട്ടും. x = 15/3. കാരണം 3x = 15 ആണ്. ഇവിടെ 3നെ x കൊണ്ട് ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈക്വലിന്റെ അപ്പുറത്തുനിന്ന് ഡിവൈഡ് ചെയ്യണം. therefore x = 15/3, 5. നമുക്ക് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ സിമ്പിളാണ്. മൂന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ആംഗിൾ A = 70 ഡിഗ്രി, ആംഗിൾ D = 110 ഡിഗ്രി, ആംഗിൾ C = 80 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ ABC. അപ്പോൾ ABC കാണാനാണ് നമുക്ക് പറഞ്ഞത്. നമുക്കൊരു ക്വാഡ്രിലാറ്റർ ആണ്. ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂടി 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 മൈനസ് 110, ആംഗിൾ ബി എന്ന് പറയുന്നത് 70 ഡിഗ്രി ആയിരിക്കും വരുന്നുണ്ടാവാം. ഇനി ആംഗിൾ CBE കണ്ടുപിടിക്കണം. CB എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ആംഗിൾ B 70 ആയതുകൊണ്ട് നമുക്കിതൊരു ലീനിയർ പെയർ ഫോം ചെയ്യും. അപ്പോൾ ആംഗിൾ CB എന്ന് പറയുന്നത് 110 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഓക്കെ. അപ്പം ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്കിവിടെ ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 ആംഗിളും കൂടി 360 ഡിഗ്രിയാണ് വരുന്നത്. ആ ഒരു കൺസെപ്റ്റും കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ 360, ഇത് 70 80 ആയതുകൊണ്ട് ഇത് 150 വരും. അതുപോലെ തന്നെ ഇത് 260 വരും. അപ്പോൾ 360 മൈനസ് 260 ചെയ്യുമ്പോൾ 100 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് 180 ഡിഗ്രി എന്നുള്ളതൊന്നും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആംഗിൾ ബി, അതുപോലെ നമുക്ക് ഇത് ലീനിയർ പെയർ ആണ്. അപ്പോൾ നമുക്ക് 180 മൈനസ് 100, ആംഗിൾ CB 80 ഡിഗ്രി ആയിരിക്കും വരുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ എ ക്ലാസ് ആർ ഇൻ ദ റേഷ്യോ 2:3. ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇസ് 50. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മളെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. എങ്കിലും അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യത്തിൽ വരും. അപ്പോൾ ഒരു ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം 50 ആണ്. അതിൽ ഗേൾസിന്റെ എണ്ണം 2, ഗേൾസിന്റെയും ബോയ്സിന്റെ എണ്ണം 2:3 ആണ് റേഷ്യോ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിലെ നമ്പർ ഓഫ് ഗേൾസിന്റെ ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം റേഷ്യോ ഓഫ് ഗേൾസ് ടു ബോയ്സ് 2:3 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 50 ആണ്. സം ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് 2 + 3 5 ആണ്. നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത്, ഗേൾസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2/5 ആയിരിക്കും. കാരണം മൊത്തം 5 ഭാഗമാണുള്ളത്, അതിൽ 2 ഭാഗം ഗേൾസ് ആണ്. അപ്പോൾ 2/5 ആണ് അതിന്റെ റേഷ്യോ. ഇനി ഗേൾസിന്റെ എണ്ണം കാണാനായിട്ട് 2/5 × 50. അപ്പോൾ 50-ലെ 5ഉം 50യും 5ൽ 5 പ്രാവശ്യം 50 5 10 പ്രാവശ്യം ആൻസർ 20 കിട്ടും. ഇനി ഈ ബോയ്സിന്റെ കാണാൻ വളരെ എളുപ്പമാണ്. 50-ന്ന് 20 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 30 കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 3/5 × 50 ചെയ്യാം. അപ്പോഴും ആൻസർ 30 കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, -3 × 4 വളരെ എളുപ്പമാണ്. ദാറ്റ് ഇസ് -12. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് ആണ്. 5 - -2, ദാറ്റ് ഇസ് 5 + 2, ദാറ്റ് ഇസ് 7. ഓക്കെ, വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയുന്നതാണത്. നമുക്ക് 6th പോകാം. 6th എന്ന് പറയുന്നത് 6 to 11
3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഐഡന്റിറ്റീസിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റൻ ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇനി അത് വെച്ചിട്ട് നമ്മളോട് 100 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഇവിടെ 100 പ്ലസ് 99 ഇൻറ്റു 100 മൈനസ് 99, 100 പ്ലസ് 99 199 ഇൻറ്റു 1 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 199 ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് എന്ന് കാണിക്കാം. 199 ഇൻറ്റു 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ പ്ലസ് 1 ഓൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അപ്പോൾ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് വരിക. അപ്പോൾ എ പ്ലസ് 1 ആയിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ എനെയാണ്, ബി ആയിട്ട് 1 ആയിട്ട് എടുത്തിരിക്കുന്നത് ബി ആണ്. അപ്പോൾ എ പ്ലസ് 1 എന്ന് പറയുന്നത് ഇവിടെ എ ആണ്, 1 ബി ആണ്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 1 മൈനസ് 1. അപ്പോൾ എ പ്ലസ് 1 പ്ലസ് 1 എ പ്ലസ് 2 എ പ്ലസ് 1 മൈനസ് 1 എ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇൻറ്റു എ ആയിരിക്കും ആൻസർ വരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂഷൻ ഉള്ളവർ അതിൻ്റെ സൊല്യൂഷൻ നോക്കി പോകും. ഓക്കെ, ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ പെരിമീറ്റർ ഓഫ് എ ട്രയാംഗിൾ ഇസ് 36 സെന്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3:4. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്. അപ്പോൾ നമുക്ക് ഒരു ട്രയാംഗിളിന്റെ പെരിമീറ്റർ, ട്രയാംഗിളിന്റെ 3 സൈഡ് കൂടി കൂട്ടുന്നതാണ് അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് 36 സെന്റിമീറ്റേഴ്സ് ആണ്. അതിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 2:3:4 ആണ്. അപ്പോൾ ഓരോ സൈഡ് കണ്ടുപിടിക്കുമ്പോൾ എളുപ്പമാണ്. ആദ്യത്തെ സൈഡ് എന്ന് പറയുന്നത് 2:3:4 ആണ് റേഷ്യോ. അപ്പോൾ മൊത്തം അത് ടോട്ടൽ സം ഓഫ് റേഷ്യോസ് എന്ന് പറയുന്നത് 2 + 3 + 4 ദാറ്റ് ഈസ് 9 ആണ്. അപ്പോൾ ആദ്യത്തെ സൈഡിന്റെ റേഷ്യോ 2/9, 2/9 ഇൻറ്റു 36 എന്നാണ് വരിക. ഓക്കെ, 2/9 ഇൻറ്റു 36 8, പിന്നെ അത് 36 ഇൻറ്റു 3/9, അപ്പോൾ അത് 12 കിട്ടും. പിന്നെ 36 ഇൻറ്റു 4/9 16 സെന്റിമീറ്റർ കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിഗർ എ ബി സി ഡി ഈസ് എ റെക്ടാംഗിൾ. എ ബി സി ഡി എന്ന് പറയുന്നത് റെക്ടാംഗിൾ ആണ്. എ ബി ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ, എ ഡി ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ, പി ബി ഈക്വൽ ടു ക്യു ഡി എന്ന് തന്നിട്ടുണ്ട്. പി ബി ഈസ് ഈക്വൽ ടു ക്യു ഡി, ഇത് രണ്ടും 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ എ ബി സി. നമ്മൾ പറയുന്നത് എ ബി സി ഡി എന്ന് പറയുന്ന റെക്ടാംഗിളിന്റെ ഏരിയ കാണണം. അപ്പോൾ റെക്ടാംഗിൾ ഏരിയ കാണുന്ന ഫോർമുല ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് എ ബി 8 തന്നിട്ടുണ്ട്, എ ഡി എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, പി ബി ഈക്വൽ ടു ക്യു ഡി 3 സെന്റിമീറ്റർ ഉണ്ട്. അപ്പോൾ എ ബി സിന്റെ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കൂ, ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് 8 × 4 32 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ഏരിയ വരുന്നത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ പി. എ പിയുടെ ലെങ്ത് വളരെ സിമ്പിൾ ആണ്. 8ൽ നിന്ന് 3 ഓക്കെ, 8 - 3 5. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അതിൽ സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം എ പി സി ക്യു. അപ്പോൾ ഇവിടെ എ പി സി ക്യു എന്ന് പറയുന്ന പാരലോഗ്രാം ഉണ്ട്. അതിന്റെ ഏരിയ, പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ എ ഇൻറ്റു ബി ആണ്. ബി ഇൻ ദ സെൻസ് ബി ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് അതിന്റെ ബേസ് ആണ്, എച്ച് എന്ന് പറയുന്നത് അതിന്റെ സൈഡ്സ് തമ്മിലുള്ള ഹൈറ്റ് ആണ്. ബി എന്ന് പറയുന്നത് ഇവിടെ 5 ആണ് വരുന്നത്. ഹൈറ്റ് ഓൾറെഡി റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് 4 ആയതുകൊണ്ട് ഇപ്പോൾ ഹൈറ്റ് 4 ആണ്. 5 × 4 20 സെന്റിമീറ്റർ സ്ക്വയർസ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് x = 3 y = -7 then find x + y. 3 + -7 that is -4. x - y എന്ന് പറയുന്നത് 3 - 7. 3 - 7 എന്ന് പറയുന്നതും നമുക്ക് ആൻസർ സെയിം തന്നെയാണ് കിട്ടുക, -4 തന്നെയാണ് കിട്ടുക. രണ്ടിൻ്റെ ആൻസറിൽ നമുക്ക് ഒരു കാര്യം ചെയ്യും. x - y. അപ്പോൾ ആദ്യത്തെ x + y എന്ന് പറയുന്നത് 3 - 7 ദാറ്റ് ഈസ് -4. പിന്നെ ഇത് x - y ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെ. x - y എന്ന് പറയുന്നത് 3 - -7 ആയിട്ട് എടുക്കണം. കാരണം y എന്ന് പറയുന്നത് -7 ആയതുകൊണ്ട് 3 - -7 ദാറ്റ് ഈസ് മൈനസ് ഇൻറ്റു മൈനസ്, അല്ലെങ്കിൽ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും. ഇപ്പോൾ 3 + 7 10 കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. x + y × x - y വളരെ എളുപ്പമാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x + y നമുക്ക് കിട്ടിയിട്ടുണ്ട് -4. x - y എന്ന് പറയുന്നത് 10 ആണ്. -4 × 10 ദാറ്റ് ഈസ് -40. നമുക്ക് 10th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സ്കോർസ് ഓഫ് 25 സ്റ്റുഡൻസ് ഇൻ മാത്തമാറ്റിക്സ് ടെസ്റ്റ് ആർ ഗിവൻ ബിലോ. ഇത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന് വന്നിട്ടുള്ള ചോദ്യമാണ്. വളരെ സിമ്പിൾ ആണ്. മേക്ക് ഫ്രീക്വൻസി ടേബിൾ ആസ് ഗിവൻ ബിലോ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് 0 to 10 ഉള്ളത് കണ്ടുപിടിക്കുന്നതിന് ടാലി മാർക്ക് ഇടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിൻ്റെ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതാം. 10 20യുടെ അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതാം. അതുപോലെ 30 40 വരെയാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ ഞാനൊരു സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, 30 40 40 50 ഇതിൽ നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ ടാലി മാർക്ക്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടോട്ടൽ 25 ആയിരിക്കും വരിക. ഈ 11ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം.
In ABCD is a trapezium. AB equal to 6 centimeters, BC equal to 5 centimeters, CD equal to 3 centimeters, AD equal to 4 centimeters, and angle A equal to angle D equal to 90 degree. MD 90 എന്ന് പറഞ്ഞിട്ടുണ്ട്. Find the sum of the parallel sides of trapezium. അപ്പോൾ വളരെ എളുപ്പമാണ്. പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം ആണ്. അപ്പോൾ അതിന്റെ സം എന്ന് പറയുന്നത് പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ 3ഉം 6ഉം ആണ്. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. 3ഉം 6ഉം 3ഉം കൂടി കൂട്ടിയാൽ 9 സെന്റിമീറ്റേഴ്സ് കിട്ടും. ഇനി ഇതിന്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം. അപ്പോൾ ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ പഠിച്ചിരിക്കുക. ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്, എ എന്ന് പറയുന്നത് 6 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 9. അപ്പോൾ ഇവിടെ 2ൽ ഒരു പ്രാവശ്യം 4, 2ൽ 2 പ്രാവശ്യം നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ 2 ഇൻറ്റു 9 18 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരിക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആൻസർ എനി 5 questions from 12 to 18. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 4 മാർക്ക് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ചോദ്യം ഇടാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നാളത്തെ എക്സാം നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക.